Hi everyone, welcome to channel Swasta Foods. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ സൂപ്പാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കോൺ എടുത്തിട്ടുണ്ട്, ചോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഇങ്ങനെ റിമൂവ് ചെയ്യണം. തൊലിയെല്ലാം റിമൂവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടർത്തി എടുക്കാം. അപ്പോൾ കോണൊക്കെ ഞാനിവിടെ ഇങ്ങനെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് അരക്കപ്പ് കോൺ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി. ഇതിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൂടെ 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 5 ബീൻസ് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. വെജിറ്റബിൾസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാവുന്ന. ഇത് മേളിൽ ഇങ്ങനെ പത പോലെ വരുവാണെങ്കിൽ അതിനകത്ത് കളയാവുന്നതാണ്. ഇനി കോൺഫ്ലോർ കുറേശ്ശെ ഒഴിച്ചിട്ട് തിക്നെസ് നോക്കുക. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഒന്നും കൂടെ. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് നിങ്ങളുടെ കാണാൻ നല്ല ടെക്സ്റ്ററൊക്കെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അതുപോലെ സ്വീറ്റ് കോൺ ചാട്ട് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതും കണ്ടു നോക്കുക. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.